ഹായ്, ദിസ് ഈസ് മീ കസാഖ് ബെഞ്ചാലി. നമ്മുടെ സ്റ്റാഫിനെ നല്ല രീതിയിൽ മാനേജ് ചെയ്യുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ ടാലൻറ്റ് റിറ്റൻഷൻ എന്ന് പറയുന്നത് ഒരുവിധം എല്ലാവർക്കും വലിയ തലവേദനയുള്ളൊരു കാര്യം തന്നെയാണ്. കുറേ പ്രോസസ്സുകളുണ്ട്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നമ്മുടെ ക്ലാസ്സിനകത്ത് നമ്മൾ ചാണക്യയിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും എങ്ങനെയാണ് ടാലൻറ്റിനെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയും ഇതിന് തുടർച്ചയായിട്ട് വരുന്ന ക്ലാസ്സുകളിൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഒരു ടാലൻറ്റ് മാനേജ്മെൻറ്റാണ്. നമ്മുടെ കയ്യിലിരിക്കുന്ന നല്ല ക്യാപ്പബിലിറ്റി ഉള്ള സ്റ്റാഫ് നിലനിന്ന് കഴിഞ്ഞാൽ മാത്രമേ ബിസിനസ്സിന് ഗ്രോ ചെയ്യുള്ളൂ. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് കോമ്പറ്റിറ്റീവ് ആയിട്ടുള്ള കോമ്പൻസേഷൻ. അതായത് മാർക്കറ്റിന് ഇണങ്ങി അതോടൊപ്പം തന്നെ അയാളുടെ റിക്വയർമെൻറ്റുകളും അയാളുടെ നീഡും ഫുൾഫില്ല് ചെയ്യുന്ന ആവശ്യമായിട്ടുള്ള കോമ്പറ്റിറ്റീവ് കോമ്പൻസേഷൻ എന്ന് പറയുന്നത് ഒരു ടാലൻറ്റിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ പ്രധാനപ്പെട്ട ഘടകമാണ്. അപ്പോൾ എത്രയാണ് ശമ്പളം കൊടുക്കേണ്ടത്? തീർച്ചയായിട്ടും ആദ്യമേ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നല്ല പണിയെടുക്കുന്ന ആത്മാർത്ഥതയുള്ള നല്ല ക്യാപ്പബിലിറ്റി ഉള്ള ഒരു സ്റ്റാഫിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ നല്ല ശമ്പളം കൊടുത്തേ പറ്റൂ. സ്ഥാപനങ്ങൾക്ക് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം, അല്ലെങ്കിൽ ഓൺട്രപ്രണേഴ്സ് ചെയ്യുന്ന ഏറ്റവും വലിയ അബദ്ധം എന്ന് പറയുന്നത്, എവിടെന്നെങ്കിലും കിട്ടിയ ഒരുത്തനെ കൊണ്ടുവരും. അവൻ ചിലപ്പോൾ മറ്റുള്ളവൻ നല്ല ടാലൻ്റ് ഉള്ള ഒരാൾ 50,000 ചോദിക്കുന്നിടത്ത് അവൻ പറയും എനിക്കൊരു 15 കിട്ടിയാൽ മതി എന്ന് പറയും. ആഹാ, കൊള്ളാമല്ലോ, ഒരാൾക്ക് 30,000 രൂപയുടെ കുറവുണ്ട് എന്ന് വിചാരിച്ചിട്ട് ഈ 15,000 മതി എന്ന് പറയുന്ന ആളെ നമ്മൾ അപ്പോയിൻമെൻറ്റ് ചെയ്യും. പക്ഷെ 15,000 മതി എന്ന് പറയുന്ന ആൾക്ക് 15,000-ൻ്റെ അല്ല 10,000-ൻ്റെ ക്യാപ്പബിലിറ്റി ഉണ്ടാവുള്ളൂ. അവനെ വെച്ചുകൊണ്ട് നമ്മൾ 50,000 കൊടുക്കുന്ന ഒരാളുടെ ടാലൻറ്റും ക്യാപ്പബിലിറ്റിയും റെസ്പോൺസിബിലിറ്റിയും ഒന്നും എക്സ്പെക്റ്റ് ചെയ്യരുത്. സോ നിങ്ങൾക്ക് നല്ല സ്റ്റാഫിനെ കിട്ടണമെങ്കിൽ നല്ല സ്റ്റാഫിന് നിങ്ങളുടെ അടുത്ത് നിൽക്കാനും വളരാനും സാഹചര്യം ഒരുക്കുന്നതിന് സഹായിക്കുന്ന റവന്യൂ അല്ലെങ്കിൽ കോമ്പൻസേഷൻ ഓഫർ ചെയ്തേ പറ്റൂ. സോ എന്താണ് കോമ്പൻസേഷൻ, അല്ലെങ്കിൽ കോമ്പറ്റിറ്റീവ് ആയിട്ടുള്ള കോമ്പൻസേഷൻ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? ഒന്നാമത്തെ കാര്യം, അയാളുടെ സ്കില്ലിനെയാണ് നിങ്ങൾ ടെസ്റ്റ് ചെയ്യേണ്ടത്. സ്കിൽ, അയാൾക്ക് എന്ത് കഴിയും എന്നതിനെയാണ് നമ്മൾ പേയ്മെൻറ്റ് കൊടുക്കേണ്ടത്. നിങ്ങൾക്ക് CV കിട്ടും, ചിലപ്പം നല്ല HR മാനേജർ അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഒക്കെ ഉള്ള ഒരാളായിരിക്കും. CV-യിൽ കുറേ എണ്ണം എഴുതി കൂട്ടിയിട്ടുണ്ടാവും, പക്ഷേ ക്യാപ്പബിലിറ്റി പലപ്പോഴും ഉണ്ടാവില്ല. അപ്പം നിങ്ങൾ പ്രധാനമായിട്ടും പരിഗണിക്കേണ്ടത് അയാൾക്ക് ക്യാപ്പബിലിറ്റി ഉണ്ടോ, അയാൾക്ക് സ്കില്ലുണ്ടോ. സ്കില്ല് നമുക്ക് എങ്ങനെ അനലൈസ് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒന്ന്, നമുക്ക് പ്രാക്ടിക്കലായിട്ടുള്ള മോണിറ്ററിങ്ങിലൂടെ അനലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. രണ്ടാമത്തത്, അയാൾ കഴിഞ്ഞ സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്തിരിക്കുന്ന സ്ഥാപനത്തെ നോക്കുക. അതായത് അത്യാവശ്യം റെപ്യൂട്ടഡ് ആയിട്ട് നല്ല ക്യാപ്പബിളായ ഒരാൾ ഏത് പൊസിഷനിൽ നിന്ന് പോയിട്ടുണ്ട്. അങ്ങനെ ഒരു പൊസിഷനിൽ നിന്ന് പോകണമെങ്കിൽ തീർച്ചയായിട്ടും അയാൾക്ക് അത്യാവശ്യം പെർഫോം ചെയ്തേ പറ്റൂ എന്നുള്ള അങ്ങനെയുള്ള റെപ്യൂട്ടഡ് ആയിട്ടുള്ള സ്ഥാപനങ്ങളിൽ റെപ്യൂട്ടഡ് പൊസിഷനിൽ ലോങ് ടേമിൽ വർക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കാം. ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം പല CVs-ഉം റിവ്യൂ ചെയ്യുന്ന സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട്, നല്ല റെപ്യൂട്ടഡ് ആയ സ്ഥാപനത്തിലായിരിക്കും നിന്നിട്ടുണ്ട്, പക്ഷേ 2-3 മാസം വർക്ക് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ 6 മാസം വർക്ക് ചെയ്തിട്ടുണ്ടാവും. എന്നിട്ട് ആ സ്ഥാപനത്തിൻ്റെ ക്രെഡിബിലിറ്റി ഉപയോഗിച്ചിട്ട് അടുത്തൊരു ജോലി കണ്ടെത്തുകയും അത് വെച്ചിട്ട് പേയ്മെൻറ്റ് ഡിമാൻഡ് ചെയ്യുകയും ചെയ്യും. ഒരിക്കലും 2, 3, 6 മാസം ഒരു സ്ഥലത്ത് വർക്ക് ചെയ്തു എന്ന് വിചാരിച്ചിട്ട് ആ സ്ഥാപനത്തെ ഹാൻഡിൽ ചെയ്യാനുള്ള ക്യാപ്പബിലിറ്റിയിലേക്കും കോമ്പറ്റൻസിയിലേക്കും അയാൾ എത്തിയിട്ടുണ്ടാവില്ല. മിനിമം ഒരു 2 വർഷം അല്ലെങ്കിൽ 3 വർഷമെങ്കിലും ഒരു റെപ്യൂട്ടഡ് ആയിട്ടുള്ള സ്ഥാപനത്തിൽ നല്ല ടെൻഷൻ ഹാൻഡിൽ ചെയ്യേണ്ട, അല്ലെങ്കിൽ ക്യാപ്പബിലിറ്റി നീഡഡ് ആയിട്ടുള്ള ഒരു പൊസിഷൻ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട് അയാളുടെ എക്സ്പീരിയൻസിലെങ്കിൽ അത് എത്രത്തോളം റെലവൻ്റ് ആണ്. അതുപോലെ തന്നെ ആ സ്ഥാപനത്തിൽ അയാൾ വർക്ക് ചെയ്ത സമയത്തുള്ള റെഫറൻസ് കോൺടാക്ട് ചെയ്തിട്ട് അയാളുടെ ടോട്ടൽ പെർഫോമൻസിൻ്റെ എങ്ങനെയാണ് അയാളുടെ ഔട്ട്പുട്ട് അയാൾ പ്രൊഡ്യൂസ് ചെയ്തത്, ഇതെല്ലാം നമുക്ക് അനലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തത് അയാളുടെ സ്കില്ല് മെഷർ ചെയ്യാനുള്ള ഒരു വഴി. രണ്ടാമത്തത്, നമ്മൾ വർക്ക് ചെയ്തിട്ട് പ്രൊബേഷൻ പീരീഡിൽ മാക്സിമം ടാസ്കുകളും റെസ്പോൺസിബിലിറ്റിയും അയാൾക്ക് കൊടുക്കുന്നത് വഴി അയാൾ എത്രത്തോളം ക്യാപ്പബിൾ ആയിട്ട് വർക്ക് ചെയ്യുന്നു എന്നത് അനലൈസ് ചെയ്യാൻ പറ്റും. സോ പ്രൊബേഷൻ പീരീഡ് കഴിഞ്ഞു കഴിഞ്ഞാൽ താങ്കളുടെ ഉത്തരവാദിത്വത്തിൽ എഫിഷ്യൻ്റ് ആണെങ്കിൽ അതിനുശേഷം അയാൾക്കൊരു പാക്കേജ് ഓഫർ ചെയ്യുന്നത് വഴിയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അയാളുടെ സ്കില്ലിന് ടെസ്റ്റ് ചെയ്യും. കാരണം പേ ചെയ്യേണ്ടത് എപ്പോഴും ക്വാളിഫിക്കേഷൻ അല്ല. ക്വാളിഫിക്കേഷൻ ബേസിക് റിക്വയർമെൻ്റ് ആണ്, വേണ്ടെന്നല്ല, ബട്ട് അടിസ്ഥാനപരമായിട്ട് സ്കില്ലിനാണ്. സോ സെക്കൻഡ് ആയിട്ട് നമുക്ക് പരിഗണിക്കാവുന്ന ഒന്നാണ് ക്വാളിഫിക്കേഷൻ. തീർച്ചയായിട്ടും ക്വാളിഫിക്കേഷൻ ഇമ്പോർട്ടൻ്റ് തന്നെയാണ്, അല്ലെന്നല്ല. പക്ഷേ എന്നാൽ പോലും അയാളുടെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നല്ല രീതിയിൽ മാർക്കൊക്കെ വാങ്ങിച്ച് നല്ല രീതിയിൽ മാർക്ക് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് മാർക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അയാളൊരു ഡിസിപ്ലിൻ ഫോളോ ചെയ്യുന്നുണ്ടാവും. ആ ഡിസിപ്ലിനുള്ള ഒരാൾ നല്ല ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നമ്മളുടെ ഓർഗനൈസേഷൻ്റെ കൾച്ചറിലേക്ക് ഇടുന്നത് വഴി, കൊണ്ടുവരുന്ന വഴി അയാളെ നമുക്ക് സ്കില്ലുണ്ടാക്കിയെടുക്കാം. പക്ഷേ ഒരു സ്കിൽഡ് ആയിട്ടുള്ള ഒരാൾക്ക് കൊടുക്കുന്ന പേയ്മെൻറ്റോ കോമ്പൻസേഷനോ
ക്വാളിഫിക്കേഷൻ മാത്രമുള്ളൊരു ഫ്രഷർക്ക് കൊടുക്കേണ്ടതില്ല. പക്ഷേ സ്കിൽ നല്ലോണം ഉള്ള ഒരാൾക്ക് തീർച്ചയായിട്ടും അയാളുടെ സ്കില്ലിനനുസരിച്ചിട്ടുള്ള കോമ്പൻസേഷൻ കൊടുക്കണം. പിന്നെയോ മൂന്നാമത്തതാണ് കോൺട്രിബ്യൂഷൻ. അയാളിൽ നിന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന കോൺട്രിബ്യൂഷൻ എന്താണ്? അതായത് നമ്മളുടെ ബിസിനസ് ഗ്രോത്തിന് അയാൾക്ക് കൃത്യമായിട്ടുള്ള വലിയൊരു റോള് കൊണ്ടുവരാൻ പറ്റും. ബിസിനസ് ഗ്രോത്തിന് അയാളുടെ കോൺട്രിബ്യൂഷൻ വളരെ വലുതാണ്. നിങ്ങളുടെ ബിസിനസ്സിൻ്റെ വളർച്ചയ്ക്ക് അയാൾ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പോകുന്നത് വളരെ വലുതാണ്. സ്വാഭാവികമായിട്ടും നല്ല രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു പൊസിഷനിൽ ആ ഉത്തരവാദിത്വം ഏൽക്കുന്ന ഒരാൾക്ക് അതിനനുസരിച്ച് കോമ്പൻസേഷൻ കൊടുക്കണം. കാരണം അങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരാൾക്ക് നിങ്ങൾ കൊടുത്തില്ലെങ്കിൽ മാർക്കറ്റിലെ മറ്റു പലരും അതിനേക്കാളും എമൗണ്ട് കൊടുത്ത് അയാളെ റഞ്ചി കൊണ്ടുപോകാൻ തയ്യാറാവും. സോ നിങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടത് ഒന്ന് സ്കില്ലാണ്, അതുപോലെ തന്നെ രണ്ടാമത് ക്വാളിഫിക്കേഷനാണ്, മൂന്നാമത്തത് കോൺട്രിബ്യൂഷനാണ്, നാലാമത്തതാണ് മാർക്കറ്റിൻ്റെ കണ്ടീഷൻ. സ്വാഭാവികമായിട്ടും എല്ലാത്തിനും ഒരു മാർക്കറ്റ് പ്രൈസ് ഉണ്ട്. ഈ പൊസിഷന് എത്രയാണ് ആവറേജ് മാർക്കറ്റ് പ്രൈസ്? അതിൻ്റെ താഴെ നിങ്ങൾക്ക് ഒരിക്കലും കൊടുക്കാൻ പറ്റില്ല. കാരണം അയാളെ മറ്റുള്ള സ്ഥലത്തേക്കൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട്, പ്രത്യേകിച്ചും കോമ്പറ്റൻസി ഉള്ള. അപ്പോൾ എപ്പോഴും നിങ്ങൾ ഒരു കോമ്പറ്റൻ്റ് ആയ നല്ല സ്കിൽഡ് ഉള്ള നല്ല കോൺട്രിബ്യൂഷൻ തരാൻ പറ്റുന്ന ഒരാൾക്ക് മാർക്കറ്റ് പ്രൈസ് മനസ്സിലാക്കി അതിൻ്റെ മുകളിൽ ഒരു സാലറി ഓഫർ ചെയ്യുകയും അതോടൊപ്പം തന്നെ അയാളെ നിലനിർത്തുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കണ്ടിന്യൂസ് ആയിട്ടുള്ള പെർഫോമൻസ് റിവ്യൂ. നിരന്തരമായിട്ടുള്ള അയാളുടെ റിവ്യൂ. അയാൾ എത്രത്തോളം അയാളുടെ പൊസിഷനിൽ പെർഫോം ചെയ്യുന്നുണ്ട്, എത്രത്തോളം ടാർഗറ്റ് അച്ചീവ് ചെയ്യുന്നുണ്ട്, എങ്ങനെയാണ് അയാൾ KPIs മീറ്റ് ചെയ്യുന്നത്, എത്ര പെർസെൻറ്റേജ് KPIs അയാൾ മീറ്റ് ചെയ്യുന്നുണ്ട്, അയാൾ സ്വന്തമായിട്ട് തന്നെ അയാളുടെ ക്യാപ്പബിലിറ്റി ഡെവലപ്പ് ചെയ്യുന്നുണ്ടോ, മാത്രമല്ല വലിയ വലിയ ഹയർ പൊസിഷനിലേക്കും ഹയർ റെസ്പോൺസിബിലിറ്റിയിലേക്കും അയാളെ കൊണ്ടുവരാൻ പറ്റുന്നുണ്ടോ. ഇത് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് അയാൾക്ക് ബെനിഫിറ്റ് കൂട്ടി കൊടുക്കേണ്ടതുണ്ട്. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓർഗനൈസേഷന് ബെനിഫിറ്റ് ആണെങ്കിൽ, ഓർഗനൈസേഷൻ അയാളുടെ കോൺട്രിബ്യൂഷൻ ഉണ്ടെങ്കിൽ അയാൾ റിവ്യൂ ചെയ്ത് അയാളുടെ കോൺട്രിബ്യൂഷൻ അനുസരിച്ചിട്ട് ആ പാക്കേജിന് കോമ്പറ്റേറ്റീവ് കോമ്പൻസേഷൻ ഉറപ്പുവരുത്തിയില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ സ്റ്റാഫിനെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല. നല്ല സ്റ്റാഫ് മറ്റു പലയിടത്തേക്ക് പോകും. പലപ്പോഴും നല്ല സ്റ്റാഫ് പോകണമെന്ന് വിചാരിച്ചിട്ടല്ല, മറിച്ച് ഒരു കോമ്പറ്റേറ്റീവ് പേ അവർക്ക് കിട്ടാത്തത് കൊണ്ടാണ് പലയിടത്തും പോകുന്നത്. സോ കഴിവുള്ള ആളുകളെ നല്ല പാക്കേജ് കൊടുത്ത് നിർത്തൽ നമ്മുടെ ഉത്തരവാദിത്തമാണ്. താങ്ക് യു സോ മച്ച്. ദിസ് ഇസ് മീ ഖസാക്ക് ബെൻചാലി.